തെങ്ങുകളിൽ ചെല്ലിയാക്രമണം ശക്തം. പെരുമ്പാവൂർ കൂവപ്പടിയിൽ കേര കർഷകർ പ്രതിസന്ധിയിൽ. കൃഷിവകുപ്പിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമെന്നും കർഷകർ. നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ അനുദിനം വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ തെങ്ങ് കൃഷിയിലേക്ക് തിരിച്ചെത്തുന്ന കർഷകരുടെ എണ്ണം കൂടിവരുന്ന സമയത്താണ് ചെല്ലിയുടെ ആക്രമണം കേര കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഞാൻ എല്ലാ വീടുകളിലും തൂമ്പപ്പണിക്കാണ് പോണത്. അപ്പോൾ ആൾക്കാർ എടാ ഇല്ല തെങ്ങിനെന്താ പറ്റിയ, എൻ്റെ കൈ പോയിട്ടുണ്ടല്ലോ, ഒന്ന് കയറി നോക്കാമോ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി നോക്കും. കയറി നോക്കുമ്പോൾ ചെല്ലി കറിക്കാണ്. അതിൻ്റെ കൈയുടെ നടക്കുന്നതാണ് ഇത് കയറുന്നത്. കയറി കഴിഞ്ഞാൽ കൂമ്പ് കഴിഞ്ഞ് എല്ലാം മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെയുള്ള അടിവശം വരെയുള്ള സാധനങ്ങൾ എല്ലാം നശിപ്പിക്കും. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴേക്കും ഇത് പകുതിക്കേന്ന് ഒടിഞ്ഞ് താഴ്ത്തിക്ക് എടുക്കും. ചെല്ലി ചുമന്ന ചെല്ലിയാണ് കയറുന്നത്. പെരുമ്പാവൂർ കൂവപ്പടിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ചെല്ലിയുടെ ആക്രമണം വ്യാപകമായി കണ്ടുവരുന്നത്. പരമ്പരാഗത നാടൻ ഇനങ്ങളായ കുള്ളൻ, കുറ്റ്യാടി കൂടാതെ ഹൈബ്രിഡ് ഇനങ്ങളുമാണ് കർഷകർ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. എന്നാൽ ചെല്ലി ആക്രമണമില്ലാതെ വളരുന്നതായി വ്യാജ പ്രചാരണം നടത്തുന്ന ചില സ്വകാര്യ അഗ്രികൾച്ചറൽ നഴ്സറികളിൽ രോഗപ്രതിരോധമുള്ള തൈകൾ എന്ന പേരിൽ കച്ചവട ചൂഷണവും നടക്കുന്നതായി കർഷകർ പറയുന്നു. ചെല്ലി വണ്ട് കുടുംബത്തിൽപ്പെടുന്ന പറക്കാൻ കഴിവുള്ള ഒരു ചെറിയ ഷഡ്പദമാണ്. ഇവ ഇളം ഓലകളുടെ ഇടയിലൂടെ അഗ്രഭാഗം തുറന്നു കയറി വിടരാത്ത കൂമ്പോലകളെയും ചൊട്ടകളെയും തിന്നു നശിപ്പിക്കുന്നു. ഇതുമൂലം ഓലകൾ വിടരുമ്പോൾ മധ്യഭാഗം നേരെ വെട്ടിക്കീറിയിരിക്കുന്നത് പോലെ ലക്ഷണം കാണപ്പെടുന്നു. ഇതിന്റെ ഫലമായി പൂങ്കുലകൾ നശിക്കുകയും തെങ്ങിന്റെ വിളവ് ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ധാരാളം പുഴുക്കളും ഉണ്ട്. ഇതുപോലെ ഞങ്ങള് 10-60 തെങ്ങും തൈ ഒരേ സമയത്ത് വെച്ചതാണ്. 10-30 എണ്ണം ഞങ്ങളുടെ ഇതേമാതിരി നശിച്ചു. ചെല്ലിക്കോലുകൾ ഉപയോഗിച്ച് വണ്ടിനെ നേരിട്ട് കുത്തി നശിപ്പിക്കുന്ന രീതി പണ്ട് മുതൽ കർഷകർ ചെയ്യുന്നതാണ്. ആധുനിക കീടനാശിനികൾ ഉപയോഗിച്ചാലും ചെല്ലികളെ ഒരു പരിധിവരെ മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. 15 ദിവസം 20 ദിവസം കഴിയുമ്പോൾ മരുന്ന് മേടിച്ച് അടിച്ച് ഈ തുരിശും കുമ്മായും അതിൻ്റെ കൂടെ ചെല്ലിയുടെ മരുന്നും മിക്സ് ചെയ്താണ് പമ്പിന് സ്പ്രേ ചെയ്ത് കയറ്റി വരുന്നത്. അത് 20 ദിവസം വരെ അതിന് നിലനിൽക്കുള്ളൂ. 3 മണിക്കൂറെങ്കിലും വേണം ഈ തെങ്ങിൻ്റെ മരുന്ന് പിടിക്കാൻ. തെങ്ങ് നന്നാക്കാണ്ട് നമുക്ക് ഈ മരുന്ന് അടിക്കാനും പറ്റില്ല. കാരണം ഈ മരുന്ന് വീണ ഈ തെങ്ങിൻ്റെ ചൊട്ടമേക്കട പുറത്തേക്ക് പോകും. മരുന്ന് അതിന് പിടിക്കണമെങ്കിൽ 3 മണിക്കൂർ. അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്താലോ ആ മരുന്ന് അടിച്ചതിൻ്റെ ഒരു പ്രയോജനമില്ല. കൂവപ്പടി മേഖലയിൽ ചുവന്ന നിറമുള്ള ചെമ്പൻ ചെല്ലികളാണ് വ്യാപകമായിട്ടുള്ളത്. ഒരു തെങ്ങിൽ നിന്നും ശരാശരി 10-80 ചെല്ലികളെ വരെ ലഭിക്കാറുണ്ടെന്ന് കർഷകരായ മണി കൈതക്കോടും KK ശാരദ കുഞ്ഞമ്മയും പറഞ്ഞു. 30 എണ്ണം കിട്ടിയിട്ടുണ്ട്. 10-20 എണ്ണത്തിന് കൊന്നുകളഞ്ഞുണ്ട്. പുഴുക്കളുണ്ട് ഒരുപാട്. ഇത് മാസത്തിൽ മരുന്ന് ഒഴിക്കണം, ചെല്ലിയുടെ മരുന്ന്. നിലവിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ പര്യാപ്തമല്ലെന്നും ഈ പ്രശ്നം ചെറുകിട കർഷകരെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ഈ സീസണിലെ ഇടവിട്ടുള്ള മഴയും ചെല്ലി നിയന്ത്രണത്തിന് തടസ്സമായി മാറിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. കൃഷിവകുപ്പ് കർഷകരെ ബോധവൽക്കരിക്കണമെന്നും സൗജന്യമായി കീടനാശിനികൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ചെല്ലി പകുതിക്കേന്ന് കയറി കഴിഞ്ഞാൽ ചെല്ലി കയറുന്നത് വീട്ടുകാരന് അറിയില്ല. പക്ഷെ നമുക്കിത് എപ്പോഴും വന്ന് നോക്കാൻ സമയമില്ല. നമ്മൾ ഒരു വീട്ടിലെ പണി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പോവാണ്. ഒരു നേരം നോക്കാൻ പറ്റില്ലെങ്കിൽ ആ ചെല്ലി കുത്തുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം അത് ഈ എലി മണ്ണ് ഉറുമോലെ കൈയുടെ ഉള്ളിക്കടെയാണ് ഈ ചെല്ലി കയറുന്നത്. പകുതിക്കേതാണ് കയറുന്നത്. പകുതിയെ ഒരെണ്ണം കയറി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 10-20-30 വെച്ചാണ് ഉള്ളിലേക്ക് കയറാനാണ്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.